ആയത്താണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ഹശറിലെ 18-19 ആയത്തുകൾ മനുഷ്യരായ എല്ലാവരെയും ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. അവന്റെ ജീവിതത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുകുറിച്ചും നിങ്ങൾ ചെയ്തതിന്റെ ലാഭം നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുന്ന പോലെ നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും അതേപോലെ പള്ളികളാണെങ്കിലും നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലൊക്കെ നമ്മളത് ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഓരോന്നിന്റെയും ലാഭവിഹിതങ്ങൾ എങ്ങനെ എന്ന് പരിശോധിക്കാറുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, അതേപോലെ നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നും നിങ്ങൾ ചിന്തിക്കുക, ഓർക്കുക. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലാഹുവിനെ നിങ്ങൾ ഓർമ്മിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു അറിയുന്നവനാകുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ഈ വാക്യം ഒന്ന് ആലോചിക്കുക. എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്? ജനങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തെ ഓഡിറ്റ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക. എന്നെ വിചാരണ ചെയ്യപ്പെടും. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത്, ഞാൻ എന്താണ് കാണുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നതിനെ കുറിച്ച് എന്നോട് വിചാരണ ചെയ്യുന്ന ഒരു ലോകം പരലോകത്തുണ്ട്. മരണശേഷം നിന്നോടത് ചോദിക്കും. എന്നാൽ മോനെ, അതിന്റെ മുമ്പ് എല്ലാ ദിവസവും നീ നിന്നെ തന്നെ വിചാരണ ചെയ്യുക. വൈകുന്നേരം കിടക്കാൻ ബെഡ്റൂമിലെത്തുന്ന നമ്മൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് രാവിലെ മുതൽ ഈ ടൈം വരെ ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചു, എന്റെ സമയങ്ങൾ ഏതെല്ലാം വഴിക്ക് പോയി. നമുക്കിപ്പോ കൃത്യമായി ഫോണിന്റെ സ്ക്രീനിൽ എത്ര തവണ നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചു, എത്ര സമയം നമ്മൾ യൂട്യൂബ് കണ്ടു, എത്ര തവണ നമ്മൾ ഫേസ്ബുക്ക് കണ്ടു, എത്ര തവണ നമ്മൾ കോൾ ചെയ്തു, എത്ര തവണ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു. ഫോണിലൂടെ, അതിന്റെ സ്ക്രീനിലൂടെ, അതിന്റെ ഓരോ മേഖലകളിലും നാം എന്ത് സമയം, എത്ര ടൈം ചെലവഴിച്ചു എന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ഫോണുകളിലുണ്ട്. അതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ എന്റെ ഈ ടൈം ഞാൻ ഏറ്റവും കൂടുതൽ എന്തിനാണ് വിനിയോഗിച്ചിട്ടുള്ളത്, എന്തിനാണ് ഞാൻ ചിലവഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ഓഡിറ്റ് ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യുക. ഖുർആൻ പറയുന്നതാണ്, അതാണല്ലോ, വൽ തൻദുർ നാളേക്ക് വേണ്ടി മനുഷ്യ, നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നീ ആലോചിക്കുക. അങ്ങനെ നീ ആലോചിക്കുമ്പോ നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കാനും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെ ചെലവഴിക്കാനുമുള്ള സമയം വളരെ കുറവായിട്ടാണ് തോന്നുന്നത് എങ്കിൽ, അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ് എങ്കിൽ, തുടർന്ന് അല്ലാഹു തആല പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നു കളയുന്ന, മറന്നുപോയ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാവരുത്. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്, ജീവിച്ച ആളുകളുമുണ്ട്. അവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെ ആയാൽ എന്താ കുഴപ്പം? നസുല്ലാഹ ഫൻസാഹും അൻഫുസഹും,
അല്ലാഹു അവരെ മറക്കും, അവർ അവരെ തന്നെ മറക്കും. അഥവാ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാവിലെയായി, പിന്നെ വൈകുന്നേരമായി, രാത്രിയായി കിടന്നുറങ്ങുന്നു. ഇതാണോ എന്റെ ജീവിതം? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഓരോ മനുഷ്യന്റെയും ലക്ഷ്യബോധം എന്താണ് എന്ന ആ ഒരു ചിന്ത അവന്റെ കൽബിലേക്ക് വരൂല. എങ്ങനെ? അല്ലാഹുവിനെ മറന്നു കളഞ്ഞാൽ, അല്ലാഹുവിനെ ഓർമ്മിക്കാതിരുന്നാൽ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഒരു മനുഷ്യന്റെ ലക്ഷ്യം, അവന്റെ ആത്മാവ്, അവന്റെ കാര്യം എന്താണ്, അവനെ തന്നെ മറന്നു കളയും ജനങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനെ മറന്നു കളയുന്ന, അല്ലാഹുവിനെ മറന്നാൽ അവനെ തന്നെ അവൻ മറക്കുന്ന അങ്ങനെയുള്ള വിഭാഗമായി നിങ്ങൾ അത് പതിക്കരുതേ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹുവിനെ മറക്കുന്നവർ, അവരെ തന്നെ മറക്കുന്നവർ, അവരുടെ ലക്ഷ്യബോധം ചിന്തിക്കാത്തവർ, അവരാണ് ഏറ്റവും മോശപ്പെട്ടതായ ആളുകൾ. അവർ തന്നെയാണ് ഫാസിഖുകളായ ആളുകൾ. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഓഡിറ്റ് ചെയ്യണേ. എല്ലാ ദിവസവും വിചാരണ ചെയ്യണേ. നന്മയേത്, ലാഭമേത്, നഷ്ടമേത്, എന്തെല്ലാം ഞാൻ ചെയ്തു, എന്തെല്ലാം ഞാൻ പ്രവർത്തിച്ചു എന്ന രീതിയിലുള്ള പൊതു ആത്മപരിശോധന ഓരോ മനുഷ്യനും എല്ലാ ദിവസവും നടത്തണം എന്നതിലേക്കുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ ആയത്ത്. ചിന്തിക്കാൻ പറയുകയാണ്. നമുക്കതിനൊന്നും സമയമില്ല. എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടാകും, ശരിയാണല്ലോ, ശരിയാണല്ലോ. ഒരു ദിവസം എന്റെ സമയം ഏറ്റവും കൂടുതൽ ഞാൻ ചെലവഴിച്ചത് എന്തിനാണ്? ഞാൻ ഈ പറയുന്നത്, ചെയ്യുന്നത്, കാണുന്നത്, ഇതുകൊണ്ടൊക്കെ എന്ത് ഉപകാരമാണ് ഈ ലോകത്തും പരലോകത്തും എനിക്കുണ്ടാവുക? ഒരു പക്ഷേ ഈ ലോകത്ത് ഉപകാരമുള്ള വാക്കുകളാണെങ്കിലും ആ വാക്കുകളെ കൊണ്ട് പരലോകത്തിന് എനിക്ക് ഉപകാരമുണ്ടാകുമോ എന്നും കൂടെ ചിന്തിക്കണം. ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചത് അതാണ്. നിന്റെ പ്രവർത്തനം നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് മനുഷ്യ നീ ഒന്ന് ചിന്തിക്കുക. ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതിന് വേണ്ടി, ബിസിനസ്സുകൾ വർദ്ധിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്ത് സുഖകരമായ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം പ്ലാനുകൾ, എന്തെല്ലാം ചിന്തകൾ, എന്തെല്ലാം പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ഇവിടെയുള്ള നമ്മുടെ ജീവിതമാണെങ്കിലോ കുറഞ്ഞ സമയവുമാണ്. ഈ കുറഞ്ഞ കാലത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിന്റെ സുഖകരമായ ആ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ, അതേപോലെ മനുഷ്യ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ, ഇതിനേക്കാൾ ഒന്നുകൂടെ പ്രാധാന്യത്തോടുകൂടെ നിന്റെ മരണശേഷമുള്ള പരലോകമാകുന്ന ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിലും നിന്റെ ലാഭനഷ്ടങ്ങൾ, അവിടെ പോയാൽ നിനക്ക് സുഖകരമായി ജീവിക്കാൻ, അവിടെയുള്ള നിന്റെ സുഖകരമായ സാഹചര്യത്തിന് എന്ത് ഒരുക്കി വെച്ചു, എന്ത് തയ്യാർ ചെയ്തു എന്ന് ഓരോ ദിവസവും മനുഷ്യ നീ ചിന്തിക്കണേ, നീ ഓർക്കണേ. ഹസിബൂ ഖബ്ല അൻ തുഹസബൂ. നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ വിചാരണ ചെയ്യുമ്പോൾ നീ കുറ്റവാളിയാണെന്ന് നിനക്ക് തന്നെ വിധി എഴുതാൻ കഴിയും. നീ തന്നെയാണ് നിന്റെ ജഡ്ജിയാവുന്നത്. നിനക്കതിലൂടെ പരിവർത്തനമുണ്ടാകും. അങ്ങനെ നിന്നെ തന്നെ നീ വിചാരണ ചെയ്യണേ, ഒരു ആത്മപരിശോധന നടത്തണേ. ഈ ലോകം എന്നും നിലനിൽക്കുന്ന ലോകമല്ല. ഇവിടെ നിന്ന് യാത്ര പോകേണ്ട ഒരു ലോകവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ക്രമങ്ങളെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട രീതിയിൽ, അവന് വഴിപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ മറ്റൊരാൾ പറഞ്ഞിട്ട് വേണ്ട, നീ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക. നിന്റെ ജീവിതം നല്ലതാണോ, നിന്റെ പ്രവർത്തനം നല്ലതാണോ എന്ന് ഇങ്ങനെയുള്ള ഒരു ചിന്താശകലം, ഇങ്ങനെയുള്ള ഒരു ഓഡിറ്റിംഗ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചെയ്യാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പറയുന്ന നിങ്ങൾ എന്നാണ് ഞാൻ അർത്ഥം വച്ചത്, അല്ലാതെ ഞാൻ ഒഴികെ നിങ്ങൾ എന്നല്ല. നമ്മളെല്ലാവരും ഖുർആൻ അഭിസംബോധനം ചെയ്യുന്ന പ്രയോഗം നിങ്ങൾ എന്നാണ്. അത് നിങ്ങൾ, ഞാൻ ഒഴികെ നിങ്ങൾ എന്ന് നിങ്ങൾ അർത്ഥം വെക്കരുത്. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ഈ ആയത്തൊന്ന് ചിന്തിക്കുകയും പഠിക്കുകയും
ചെയ്യേണ്ടതാണ്. എന്തിനു വേണ്ടി? എന്തിന്? നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാത്തിനെ കുറിച്ചും ഈ 2 ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു നോക്കിയേ. എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ഞാൻ അവനോട് അത് പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ശകാരിച്ചത്? എന്തിനാണ് ഞാൻ അവനോട് പിണങ്ങിയത്? എന്റെ ഈഗോ പ്രശ്നമാണോ? എന്തെങ്കിലും ഒരു നന്മ ഭൂമിയിലോ പരലോകത്തോ അതുകൊണ്ട് എനിക്കുണ്ടോ? ആത്മാർത്ഥമായി നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളിലേക്ക് തന്നെ നമ്മൾ ചോദിക്കുക. ഈ ചോദ്യത്തിനൊക്കെ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോ നല്ലവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഖുർആൻ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിലുള്ളൊരു പ്രയോഗമാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ ജനങ്ങളെ, എന്തിനു വേണ്ടിയാണ്, എന്തിനാണ്? ഇത് അർത്ഥ സഹിതം നമ്മുടെ ഖൽബിലേക്ക് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ ജീവിതം നല്ലതാകും. ഖുർആൻ അതാണ് സൂചിപ്പിക്കുന്നത്. ചിന്തിക്കുക മനുഷ്യ, എന്തിനാണ് നീ ജീവിക്കുന്നത് എന്ന്. നന്മ ചെയ്തുകൊണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളെ കൊണ്ട് ഉപകാരം ലഭിച്ചുകൊണ്ട് ആ രീതിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരുപാട് നൊമ്പരപ്പെടുത്തി. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നപ്പോ അതിൽ ഒരു മനുഷ്യന്റെ മതം നോക്കി, അവൻ മുസ്ലിമാണ്, മുസ്ലിമാണെങ്കിൽ നിനക്ക് ഭക്ഷണമില്ല എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ഒരു ഭീകരവാദി. ആ മനുഷ്യന്റെ മനോനിലയാണ് കരുണ, കാരുണ്യം. അത് ജനഹൃദയങ്ങളിൽ നിന്ന് വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ലോകത്ത് അസമാധാനമുണ്ടാക്കാമെന്നാണ് ആഗോളതലത്തിൽ ഓരോ ആളുകളും ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോകും വാർത്തകൾ കേൾക്കുമ്പോൾ. നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. കള്ളത്തരത്തിന്റെ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ നമ്മളെ ചില ആളുകൾ ബോധപൂർവം അതിന് ഏണി വെച്ച് കൊടുക്കുകയും ചെയ്യും. രാഷ്ട്രീയപരമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു മുദ്രാവാക്യം നമ്മൾ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. പ്രകോപനപരമായ മുദ്രാവാക്യമാണ്. ഇസ്ലാമിന്റെ വിരോധികളും ഇസ്ലാമിന്റെ വിരോധികൾ, രാഷ്ട്രീയ വിരോധികളല്ല, അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സമുദായ പാർട്ടി എല്ലാം ഒതുക്കി വെക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആ വാർത്തയെ സാധൂകരിക്കുന്ന രീതിയിൽ ചില ആളുകളുടെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. ഇതിലൂടെ ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് ഈ ലോകത്ത് സംശയത്തിന്റെ നേരിൽ എത്തപ്പെടുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പക്ഷേ അജണ്ടകൾ ഉണ്ടാകാം, എന്നാൽ അജണ്ടകളില്ലാത്ത സാമാന്യമായിട്ടുള്ള ഒരു പൊതുസമൂഹത്തെ, മുസ്ലിങ്ങളല്ലാത്തവരെ ഇതുപയോഗിച്ചുകൊണ്ട് ക്യാൻവാസ് ചെയ്യാനും ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിപ്പിക്കാനും ഈ തീവ്രമായി ചിന്തിക്കുന്ന തീവ്രവാദികൾക്ക് ഇത് ഉപകാരപ്പെടും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തിനാണ്, എന്തിനു വേണ്ടി, എന്ത് ഉപകാരം എന്റെ വാക്കുകൊണ്ട്, എന്താണ് എനിക്ക് ഈ സമൂഹത്തിന്, സമുദായത്തിന് നേട്ടം എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഉപകാരങ്ങളില്ലാത്തത് നമ്മൾ പാടെ ഒഴിവാക്കുക. അതാണ് ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾ. സൂക്ഷിക്കുക. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നല്ലവരായി കൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പ്രത്യേകമായ